നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് രാജ്നാഥ് സിംഗ്. ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി പ്രതിരോധ മന്ത്രി. और हमारे किसी भी इंपॉर्टेंट एसेट को नुकसान नहीं हुआ है. हमारी सुरक्षा व्यवस्था अध्यक्ष महोदय चाक चौबंद थी. എത്ര വിമാനങ്ങൾ നഷ്ടമായെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുലൈമാൻ ഷായെ വധിച്ച് സുരക്ഷാ സേന. ഓപ്പറേഷൻ മഹാദേവയിൽ വകവരുത്തിയത് 3 ഭീകരരെ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്ത്, മതപരിവർത്തന കുറ്റങ്ങൾ ചുമത്തി എഫ്ഐആർ. പാർലമെന്റ് സ്തംഭിപ്പിച്ച് കേരളത്തിൽ നിന്നുള്ള MP-മാർ. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് കത്തോലിക്ക സഭയും ദീപികയും. കേന്ദ്ര സർക്കാരിനെതിരെ ഇതര ക്രൈസ്തവ സഭകളും. സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി പിന്തുണച്ച് മന്ത്രിമാർ. വൈക്കത്ത് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി സുമേഷിനായി തെരച്ചിൽ തുടരുന്നു. പ്രതിസന്ധിയായി ശക്തമായ അടിയൊഴുക്ക്. മറിഞ്ഞ വള്ളത്തിലുണ്ടായിരുന്നത് 30ഓളം പേർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ നീക്കവുമായി UDF. സുരേഷ് കുറുപ്പിനെ CPM പാളയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഏറ്റുമാനൂരിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ ശ്രമം സജീവം. സീറ്റ് വിട്ടു നൽകാൻ സന്നദ്ധമായി ജോസഫ് ഗ്രൂപ്പ്. കേരള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം VSന്റെ മരണശേഷമുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലം മുതലെടുക്കാൻ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് VD സതീശൻ. UDFനെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഉറപ്പായി പോകും. UDF വിജയിച്ചാൽ വെള്ളാപ്പള്ളി രാജിവെക്കേണ്ടതില്ലെന്നും പരിഹാസം. തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് ആരോപണ വിധേയർക്കൊപ്പം ചേർന്നുവെന്ന് തിരുത്തൽവാദികൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ത്രികോണ മത്സരത്തിനു സാധ്യത. ബാബുരാജ് സ്ത്രീ പീഡനകെന്ന അനൂപ് ചന്ദ്രന്റെ വീഡിയോ പുറത്തുവിട്ട് ന്യൂസ് 18. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? I think it was fate, me getting the Grandmaster title this way, because before this I didn't even have one norm, and now before this tournament I was thinking, oh, where can I get my norm, and now I'm a Grandmaster. So ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖിന്. കൊനേരു ഹംപിയെ തോൽപ്പിച്ചത് ടൈ ബ്രേക്കറിൽ. ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി ദിവ്യ. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ. ഓപ്പറേഷൻ സിന്ദൂരിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. हमारी सेनाओं द्वारा की गई वेल कोऑर्डिनेटेड स्ट्राइक्स ने 9 टेररिस्ट इंफ्रास्ट्रक्चर टारगेट्स को प्रिसीजन के साथ, सटीकता के साथ हिट किया. और इस सैन्य कार्रवाई में एक अनुमान के अनुसार 100 से अधिक आतंकवादी, मैं बहुत संभल कर बोल रहा हूं अध्यक्ष महोदय, 7 आतंकी शिविरों को भारतीय सेना ने पूरी तरह से नष्ट कर दिया. अध्यक्ष महोदय, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വെടിനിർത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ്. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ നടന്ന പ്രത്യേക ചർച്ചയിലാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. पाकिस्तान हमारे किसी भी टारगेट को हिट नहीं कर पाया अध्यक्ष महोदय, और हमारे किसी भी इंपॉर्टेंट एसेट को नुकसान नहीं हुआ है. हमारी सुरक्षा व्यवस्था अध्यक्ष महोदय चाक चौबंद थी और हर हमले को हम लोग रोका गया.
मैं इसके लिए भारतीय सेना के बहादुर सैनिकों की जमकर सराहना करता हूं, जिन्होंने दुश्मन के हर मंसूबे पर पानी फेर दिया। और अपने प्रतिपक्ष के मित्रों से भी कहना चाहता हूं, एक बार फिर से भारत के सेना के जवानों का कम से कम मेज थपथपाकर उनका अभिनंदन करिए। बहुत बहुत धन्यवाद। बहुत बहुत അതേസമയം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. ടൂറിസ്റ്റുകളെ വധിച്ച തീവ്രവാദികളെ പിടികൂടാൻ കഴിയാത്തതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചു. പാക് അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കാൻ പറ്റിയ അവസരം പ്രയോജനപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നും കോൺഗ്രസ് ലോക്സഭാ ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയ് ചോദിച്ചു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, മണിക്കൂറുകൾ നീളുന്ന ചർച്ചയാണ്. ഇന്ന് പ്രതിരോധ മന്ത്രി നടത്തിയ പരാമർശങ്ങളിൽ പലവിധ പരാമർശങ്ങളുണ്ടായിരുന്നു. അതിലൊന്നും തൃപ്തിയായില്ല പ്രതിപക്ഷത്തിന് എന്നാണോ? എന്തൊക്കെയായിരുന്നു പ്രതിരോധ മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും? രഞ്ജിത്ത്, 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ ലോക്സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഈ വെടിനിർത്തൽ ധാരണയുണ്ടായത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. നേരത്തെ ട്രംപ് നിർദ്ദേശിച്ച പ്രകാരമാണ് വെടിനിർത്തൽ നടന്നത് എന്ന് ട്രംപ് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയൊക്കെ ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ അസന്നിഗ്ധമായി ഇന്ന് പ്രതിരോധ മന്ത്രി ലോക്സഭയിൽ ഈ കാര്യം വ്യക്തമാക്കുന്നു. ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യം കൈവരിച്ച സാഹചര്യത്തിലാണ് വെടിനിർത്തൽ എന്ന നിലപാടിലേക്ക് രാജ്യം നീങ്ങിയത് എന്ന് വ്യക്തമാക്കുന്നു. 100-ലധികം തീവ്രവാദികളെ വധിക്കാൻ കഴിഞ്ഞു. 9 തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കൃത്യമായി നടത്താൻ കഴിഞ്ഞു. അങ്ങനെ ഇത് ഒരു ശക്തമായൊരു വിജയം രാജ്യത്തിൻ്റെ എന്ന നിലയിലാണ് ഈ വിഷയത്തെ ഉന്നയിച്ചത്. അതേസമയം പ്രതിപക്ഷാംഗങ്ങൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തി. ആർക്ക് കീഴടങ്ങിയാണ് ഈ വെടിനിർത്തൽ ഉണ്ടായത് എന്ന ചോദ്യം പ്രത്യേകിച്ച് വന്നത് ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയിൽ നിന്നാണ്. ഗൗരവ് ഗൊഗോയ് ഒരു കാര്യം ചോദിച്ചു. ഈ പാക് അധിനിവേശ കശ്മീർ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല? ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒപ്പം യുദ്ധം ഇന്ത്യയുടെ ആയിരുന്നില്ല എന്ന് പറയുന്നത് ഏതു തരത്തിലാണ്? ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടേക്കുള്ളൊരു ആക്രമണം ഉണ്ടാകേണ്ടതല്ലേ എന്ന നിലപാടാണ് ഗൗരവ് ഗൊഗോയ് ഉന്നയിച്ചത്. ഈ വെടി നിർത്തിയതിനെ സംബന്ധിച്ച് ഒരു സംശയമുള്ള തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങൾ ശക്തമായി അവിടെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഈ ഹോം മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഒരു അത്ര വേണ്ടത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു നീക്കമാണ് ഉണ്ടായത് എന്ന ആരോപണമാണ് TMCയുടെ കല്യാൺ ബാനർജി ഉന്നയിച്ചത്. കല്യാൺ ബാനർജി വളരെ ശക്തമായി സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം രാജീവ് രഞ്ജൻ സിംഗിനെ പോലുള്ള ഘടകകക്ഷി MP-മാർ സർക്കാരിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് ഒരു സഹായമായി. പലപ്പോഴും ഈ ഭരണകക്ഷിയിലെ MP-മാർ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് എന്തുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വിമർശനവും ഉന്നയിക്കുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിച്ചു. സൈന്യത്തെ അനുമോദിച്ചൊരു വാക്കും പറയുന്നില്ല, പാകിസ്ഥാനെ വിമർശിക്കുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം മാത്രം അവരുടെ ഭാഗത്തുണ്ടാകുന്നു എന്നത് ഭരണകക്ഷിയിലെ അംഗങ്ങൾ വളരെ ശക്തമായി ആ നിലയ്ക്കുള്ള വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ചർച്ച തുടരുകയാണ്. നാളെ രാജ്യസഭയിൽ കൂടി സമാനമായ രീതിയിൽ ചർച്ചകൾ ഉണ്ടാകും. അങ്ങനെ ഒരിക്കൽ കൂടി ഓപ്പറേഷൻ സിന്ദൂർ സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമ്പോൾ സൈന്യം അവിടെ ഈ 3 തീവ്രവാദികളെ വധിച്ചിരിക്കുന്നു. അതിലൊരാൾ ഓപ്പറേഷൻ സിന്ദൂറുമായിൻ്റെ സൂത്രധാരനാണ് സുലൈമാൻ ഷാ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ ഘട്ടത്തിൽ സർക്കാരിന് നേട്ടമായി. തീർച്ചയായും മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 16 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് ലോക്സഭയിൽ പുരോഗമിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെയും കൂട്ടാളികളെയും ഇന്ത്യൻ സുരക്ഷാ സേന ഇതിനിടെ വധിച്ചു. തീവ്രവാദിയും ആയ സുലൈമാൻ ഷായും 2 കൂട്ടാളികളുമാണ് ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. പെഹൽഗാമിലെ ക്രൂരതയ്ക്ക് ഇന്ത്യൻ സേനയുടെ പ്രതികാരം തുടരുന്നു. ജമ്മു കശ്മീരിൽ സേന നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് വിജയം. കശ്മീരിലെ ലിഡ്വാസ് മേഖലയിൽ കരസേനയ്ക്ക് ലഭിച്ച പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ. പഴുതടച്ച പരിശോധനയ്ക്ക് ശേഷം ആയുധധാരികളായ തീവ്രവാദികളെ സേന വളഞ്ഞു. മണിക്കൂറുകൾ നീണ്ടുനിന്ന വെടിവെപ്പിനൊടുവിൽ ഇന്ത്യൻ സേന തീവ്രവാദികളെ വകവരുത്തി. സുലൈമാൻ ഷായ്ക്കൊപ്പം അബു ഹംസ, യാസിർ എന്നീ തീവ്രവാദികളും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരാരും ഇന്ത്യയിൽ ജനിച്ചവരല്ല. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന സുലൈമാൻ ഷാ ഹാഷിം മൂസ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ലഷ്കർ ഇ തൈബ ഭീകരനായ സുലൈമാൻ ഷാ കഴിഞ്ഞ ഏപ്രിൽ 22-ന് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ്. ഏറ്റുമുട്ടലിന് ശേഷം തീവ്രവാദികളിൽ നിന്ന് കാർബൈൻ റൈഫിളുകൾ, AK-47 തോക്കുകൾ, ഗ്രനേഡുകൾ, മറ്റായുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ കണ്ടെടുത്തു.
കശ്മീരിൽ ഭീകരർ മറ്റൊരാക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി സുരക്ഷാസേന സംശയിക്കുന്നു. പെഹൽഗാമിലെ ബൈസുരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിനു ശേഷം സുലൈമാനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മുകശ്മീർ പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നത്തെ സംയുക്ത ഓപ്പറേഷനിൽ സൈന്യത്തോടൊപ്പം CRPFും ജമ്മുകശ്മീർ പോലീസും പങ്കെടുത്തു. പ്രദേശത്ത് സേനാ വിഭാഗങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പാർലമെന്റിൽ കേരള MP-മാരുടെ പ്രതിഷേധം. BJPയുടെ അനുഗ്രഹത്തോടെ ഹിന്ദുത്വ രാഷ്ട്രം നിർവചിക്കപ്പെടുകയാണെന്ന് കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക ദിനപത്രം മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ഒരേ നിലപാടാണ് UDFനും LDFനും. പക്ഷേ ഇരുപക്ഷവും പ്രത്യേകമായിട്ടാണ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ തുറങ്കിലടച്ച സർക്കാരെ, തുറങ്കിലടച്ച പോലീസേ, നാണമില്ലേ നിങ്ങൾക്ക്? പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ആദ്യം UDF MP-മാരും പിന്നാലെ LDF MP-മാരും പ്രതിഷേധിച്ചു. The government and the Bajrang Dal has conspired. That is basically that is a trafficking issue, and they initially they told they are taking for conversion. It was totally false. നമ്മുടെ ഭരണഘടനയെ തന്നെ തുറച്ചു നോക്കുന്ന സംഭവമാണ് ദുർഗിൽ ഉണ്ടായത്. 2 കന്യാസ്ത്രീകളെ ഒരു 4 പേരോടൊപ്പം സഞ്ചരിച്ചിരുന്നു. അവർ ആഗ്രയിൽ ഹോളി ഫാമിലി ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പോയിരുന്ന പ്രായപൂർത്തിയായ ആൾക്കാരാണ്. അവരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് അവരെ വളഞ്ഞു വെച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡിലാക്കി. ഈ രാജ്യത്ത് ഈ ഭരണഘടനയ്ക്ക് പ്രസക്തിയുണ്ടോ? ഈ രാജ്യത്ത് മൗലികാവകാശങ്ങൾക്ക് എന്ത് പ്രസക്തി? കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം. ബെന്നി ബെഹനാനും ഹൈബി ഈഡനും K. സുധാകരനും വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. നോട്ടീസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട സഭയിൽ കേരള MP-മാർ പ്രതിഷേധമുയർത്തിയെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജ്രംഗ് ദളിന്റെയും RSSന്റെയും BJPയുടെ അറിവോട് കൂടിയിട്ടുള്ള ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ദീപിക മുഖപ്രസംഗത്തിലൂടെ BJPക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. 2 കന്യാസ്ത്രീകളെയല്ല വർഗീയവാദികൾ ബന്ദികളാക്കിയത് മതേതര ഭരണഘടനയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന BJP രാഷ്ട്രീയം തിരിച്ചറിയണമെന്നും മുഖപ്രസംഗം പറയുന്നു. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ഒരുപറ്റം ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞു ബഹളമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്രത്തിനും BJPക്കും സർക്കാരിനും എതിരെ പ്രതിപക്ഷവും. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്ന് മന്ത്രി P. രാജീവും മൗലികാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. അങ്കമാലിയിലുള്ള സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ഇരുവരും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും കുടുംബത്തിന് വാഗ്ദാനം ചെയ്തു. മതവിശ്വാസം പിന്തുടരുന്നതിനും മതവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനും മൗലികാവകാശം ഉറപ്പു നൽകുന്നതാണ്. ആ അവകാശം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിലൊന്നാണ്. അപ്പോൾ അതെല്ലാ വിഭാഗക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് ഭരണഘടനാ വിരുദ്ധമായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതസ്വാതന്ത്ര്യം അതോടൊപ്പം ഭരണഘടന തന്നെ അപകടത്തിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ എല്ലാവരും ചേർന്നിട്ടാണ്. ഒരു ക്രിസ്ത്യൻ പ്രശ്നം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ഒരു മുസ്ലിം പ്രശ്നം എന്ന നിലയിലല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണം എന്ന നിലയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ശക്തമായി തന്നെയുള്ള പ്രതിഷേധം ഒരു വശത്ത് ഉയരുക, അതോടൊപ്പം തന്നെ നിയമപരമായി നമുക്ക് സാധ്യമാകുന്ന എല്ലാ വഴികളും തേടാനാണ് ശ്രമിക്കുന്നത്. RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ആ ശത്രുക്കളെ ഇപ്പോഴും വേട്ടയാടുകയാണെന്നുമായിരുന്നു മന്ത്രി MP രാജേഷിൻ്റെ പ്രതികരണം. ഇത് വളരെ ഗൗരവപൂർവം പൊതുസമൂഹം വീക്ഷിക്കുന്നൊരു പ്രശ്നമാണ്. മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ അല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സഹായം ആരോഗ്യ പരിപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നടത്തുന്ന സിസ്റ്റേഴ്സ് അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനം അത് ചെറിയ തോതിൽ കാണുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഈ സിസ്റ്റേഴ്സിന് 25 വർഷക്കാലത്തിലേറെയായി അവിടെയെല്ലാം സേവനം ചെയ്യുന്നവരാണ്.
മതിയായ രേഖകളോടുകൂടി പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് ഇവരോടൊപ്പം ഉള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ടും അറസ്റ്റ് വിധിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയോട് തന്നെ മൗലികമായിട്ടുള്ള നമ്മുടെ അവകാശത്തിനുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു പൊതുവിഷയമാണ്. ഇതൊരു വിഭാഗത്തെ എന്നതിനേക്കാൾ ഉപരിയായി എല്ലാ വിഭാഗത്തെയും മതേതര കാഴ്ചപ്പാടുകൾക്ക് ഏറെ ശ്രദ്ധേയമാകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കാണിക്കുന്ന തികച്ചും നീതി പുലർത്താൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാകുന്നു എന്നുള്ളത് ഗൗരവപൂർവ്വം കാണുകയും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് പക്കൽ നിന്ന് എല്ലാ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നിവിടെ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ തുടരുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘപരിവാർ ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന അതിക്രമങ്ങളുടെ അടിച്ചമർത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോഴും മനസ്സിലാവാത്തവർക്ക് ഈ സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിനെ രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. സഭയുടെ പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയാലും പ്രാർത്ഥിച്ചാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ലെന്ന് വി ശിവൻകുട്ടി. പ്രധാനമന്ത്രിയോട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പരാതി പറയാൻ തിരുമേനിമാർ ധൈര്യം കാണിക്കുന്നില്ല. തിരുമേനിമാർക്കെല്ലാം സ്ഥാനങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദീപയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നു. രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിലെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒന്നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ക്രിസ്മസ് കേക്കുമായി കേരളത്തിലെ അരമനകളിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണെന്നും പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നിയമവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുമിത്രാദികൾക്കൊപ്പം അവരെ സ്വീകരിക്കുന്നതിനെത്തിയ കന്യാസ്ത്രീകളെയാണ് കളവായ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവരെ മൗനം ഉപേക്ഷിക്കണം, അവർ വാതുറക്കണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇതിലെ വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം. ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതേസമയം ഛത്തീസ്ഗഡിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാനാണ് BJP തീരുമാനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ഛത്തീസ്ഗഡിലേക്ക് പോവുക. സഭയെയും സഭാവിശ്വാസത്തെയും സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും PK കൃഷ്ണദാസ് പ്രതികരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീയുടെ അറസ്റ്റിനെ അപലപിച്ച രാഹുൽ ഗാന്ധി BJP ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, RSS ആൾക്കൂട്ട ഭരണമാണ് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഭയപ്പെടുന്നതായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. എളവൂരിൽ സിസ്റ്ററുടെ വീട് സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. മതത്തിൽ വിശ്വസിക്കുക ആരുടെയും ഔദാര്യമല്ല, ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെയുള്ള കയ്യേറ്റമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കും. ഇത് ജനാധിപത്യ വ്യവസ്ഥയുടെ തന്നെ കയ്യേറ്റമാണ്. ഇവിടെ മതത്തിൽ വിശ്വസിക്കുക, നമ്മുടെ ആചാര്യമര്യാദകളനുസരിച്ച് ജീവിക്കുക, അത് ആരുടെയും ഔദാര്യമല്ല, മൗലികമായ അവകാശമാണ്. അതിനെ സ്പർശിക്കുമ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തെക്കാളും വലിയ ഒരു അടിമത്തമായിട്ട് മാറുകയാണ്. ഞങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നു, ഞങ്ങൾ അതിൽ പ്രതിഷേധിക്കുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ക്രൈസ്തവ സഭകൾ. മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണെന്നും ഭരണഘടനയ്ക്കെതിരായ നടപടിയാണെന്നും CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് വിമർശിച്ചു. ക്രൈസ്തവർ ഭയത്തിലാണെന്ന ആശങ്കയും CBCI അധ്യക്ഷൻ പങ്കുവച്ചു.
ക്രൈസ്തവരുടെ ഒരു ഭരണഘടന, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ CBCIയുടെ പേരിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്റർ ഓഫീസിലും പിന്നെ നമ്മുടെ പല നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവര്, ഇപ്പോഴത്തെ മന്ത്രി, MP, കേരളത്തിലുള്ള MP-മാരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടണം. കന്യാസ്ത്രീമാരെ അനാവശ്യമായി തറങ്കലിടയ്ക്കുന്ന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ടെന്നും CSI സഭ പ്രതികരിച്ചു. തീർച്ചയായിട്ടും കേരളത്തിലുള്ള ബിഷപ്സ് ഇക്കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ ഓൾറെഡി തമ്മിലൊരു ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഈ വിഷയം അതിനെ ശക്തമായി മുന്നോട്ടിറങ്ങുക തന്നെ ചെയ്യും. അതൊരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. സഭയുടെ മേലധ്യക്ഷന്മാർ എപ്പോഴും സഭാ വിശ്വാസികൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അവരുടെ വേദനയുണ്ടെങ്കിൽ അതിനോട് തീർച്ചയായിട്ടും പങ്കുചേരുന്നതും അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് എപ്പോഴും സഭയും സഭയുടെ മേലധ്യക്ഷന്മാരും. BJPക്ക് ഉത്തരേന്ത്യയിൽ പീഡനവും കേരളത്തിൽ പ്രീണനവുമാണെന്നും അത് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് മലയാളികളെന്നും ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നതായ പോലീസ് നടപടിയിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ശക്തമായ പ്രതിഷേധവും ആശങ്കയും ആമുഖമായി അറിയിക്കുന്നു. തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ സിസ്റ്റേഴ്സിന്റെ നേരെ, ഈ കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയായ കയ്യേറ്റ ശ്രമം എന്ന് തന്നെ ആക്ഷേപിക്കേണ്ടി വരുന്നു. ശ്രമങ്ങളെ നിയമവാഴ്ച ഇല്ലാത്ത ഒരവസ്ഥയാണോ ആ സംസ്ഥാനത്തുള്ളത് എന്ന് ആശങ്കയോടെ മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ. എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും അടുത്ത പെരുന്നാൾ ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ചാദരിച്ചാൽ പോരെയെന്നുമായിരുന്നു ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പോലിത്ത യുഹാനോൻ മിലത്തിയോസിന്റെ പരിഹാസരൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. കടുത്ത ആശങ്കയിലാണ് മനുഷ്യക്കടത്ത് ആരോപിച്ച് മധ്യപ്രദേശിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ കുടുംബം. ആരോപണം അടിസ്ഥാനരഹിതമാണ്. മാതാപിതാക്കളുടെ പൂർണ്ണ അനുവാദത്തോടെയാണ് കുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ 3 കുട്ടികളും ക്രിസ്ത്യൻസാണ്. 3 കുട്ടികൾക്കും 18 വയസ്സായതാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നേക്കണമെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്? നീതി നിഷേധമാണിത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 30 വർഷക്കാലമായി യാതൊരു സേവന രംഗത്തെ പാവപ്പെട്ടവരെ, കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെയാണ് തുറുങ്കിലടച്ചിരിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. മറ്റു കന്യാസ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോട്ടയം വൈക്കം മുറിഞ്ഞപുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി സുമേഷിനെയാണ് കാണാതായത്. കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ 23-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടിക്കുന്നിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു 23-അംഗ സംഘം. ചടങ്ങുകൾ പൂർത്തിയായ ശേഷം പാണാവള്ളിയിലേക്ക് വള്ളത്തിൽ മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ തൊട്ടു പിന്നാലെ നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 22 പേരെയും കരക്കെത്തിച്ചു. പാണാവള്ളി സ്വദേശി സുമേഷ് എന്ന കണ്ണനെ കാണാതായി. കണ്ണനുണ്ടാ കണ്ണൻ സുമേഷിനു വേണ്ടി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. മൂവാറ്റുപുഴയാർ വേമ്പനാട്ട് കായലിലേക്ക് ചേരുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. വള്ളം പെട്ടെന്ന് കാറ്റുപിടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വള്ളത്തിന്റെ ഒരു സൈഡിൽ കൂടി വെള്ളം കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല കാറ്റാണ്. കാറ്റ് മുഖാന്തരമായിരിക്കാം ഒരുപക്ഷെ വെള്ളം ചരിഞ്ഞ് വെള്ളം കയറാനായ സാഹചര്യം ഉണ്ടായത്. മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് കൂടുതൽ അന്വേഷണ റിപ്പോർട്ട് ബാക്കി എല്ലാവരും സേഫാണ്. അവർ പറഞ്ഞ ആ വള്ളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറഞ്ഞതനുസരിച്ച് 23 പേരാണ്, വള്ളക്കാരനുൾപ്പെടെ. അതിൽ 22 പേരും സുരക്ഷിതരാണ്.
അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ് ഇപ്പോൾ. ഇത്രയും സമയമായിട്ട് 23ാമത്തെ ആള്. എല്ലാം നമ്മൾ താലൂക്ക് ഹോസ്പിറ്റൽ ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ എല്ലാം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആർക്കും ഇപ്പം ഞാൻ സംസാരിച്ചു, ആർക്കും തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് അവർ തന്നെ പറഞ്ഞത്. ഇല്ല ആരും തന്നെ പോയിട്ടില്ല. ഒരു സാധാ വള്ളമാണ് അത്. ഭയങ്കര കാറ്റിൽ അടിയൊലിഞ്ഞ് മറിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇപ്പോൾ ഇതിൽ പുഴയുടെ അക്കരയും ഇക്കരയും ആയിട്ട് മാക്സിമം ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് വന്നിരുന്നു, അതുപോലെ നാട്ടുകാരുടെ വള്ളങ്ങളുണ്ടായിരുന്നു, അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അക്കരയും ഇക്കരയും നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച് കൺഫർമേഷൻ ആക്കിയതിൽ ഒരാൾ മിസ്സിംഗ് ആണ്. ഒരു കണ്ണൻ എന്ന് പറയുന്ന ഏകദേശം 42 വയസ്സ് പ്രായമുള്ള ഒരാൾ മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുള്ളൂ. ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, സ്ക്യൂബ ടീമുണ്ട്, അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘമടക്കം എത്തിയാണ് തെരച്ചിൽ നടത്തുന്നത്. അപകടത്തിൽപ്പെട്ട വള്ളം പെരുമ്പളത്ത് നിന്ന് കണ്ടെത്തി. ന്യൂസ് 18 കോട്ടയം. ലൈവ് അറ്റ് 6 തുടരും ഇടവേളയ്ക്ക് ശേഷം. ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചു. തെളിവെടുപ്പ് തുടരുന്നു. നേത്രാവതി പുഴയോരത്തു നിന്നാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനികളുടേതുൾപ്പെടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് മൊഴി നൽകിയ സ്ഥലങ്ങളിലാണ് SITയുടെ നേതൃത്വത്തിൽ പരിശോധന. ധർമ്മസ്ഥലയിലേത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ന്യൂസ് 18 ഇമ്പാക്ട്. KV ബൈജു തുടരുകയാണ്. ബൈജു, അന്വേഷണം ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവെക്കാനുള്ളത്? എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്തെ, നിർണായക ഘട്ടത്തിലേക്ക് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ഇപ്പോൾ SIT സംഘം കടന്നു എന്ന് പറയേണ്ടി വരും. 30 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം, അവിടെ 30 ഇടങ്ങളിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നു. 100ഓളം മൃതദേഹങ്ങൾ, അതായത് സ്ത്രീകളുടെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്തവരെയും ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടെന്നാണ് വെളിപ്പെടുത്തൽ. ആ സ്ഥലങ്ങളിൽ 30 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ്. 100 മൃതദേഹം ഇത്തരത്തിലുണ്ട് എന്ന് പറയുന്നു. 12 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചത്. അതായത് ഈ നേത്രാവതി പുഴയുടെ സ്നാനക്കെട്ട എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ആദ്യം ഇയാളെ തെളിവെടുപ്പിനായി എത്തിച്ചത്. വലിയ പോലീസ് സന്നാഹത്തോടെയായിരുന്നു ഇയാൾ അവിടെ എത്തിച്ചത്. അതിനുശേഷം വനത്തിലേക്ക് കടക്കുകയായിരുന്നു. വനത്തിൽ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലാണ് ഓരോ മാർക്ക് വീതം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ 30 ഇടങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തു എന്ന് പറയുന്നത്. അതായത് 30 മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി ഇതിനോടകം തന്നെ ഇവർക്ക് കാട്ടിക്കൊടുത്തു, ആ സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു എന്ന് വേണം പറയാൻ. ഇത് ഇന്ന് നടക്കുന്ന ഈ ഒരു പരിപാടി ഈ സ്ഥലങ്ങൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുക എന്നത് മാത്രമാണ്. എല്ലാ സ്ഥലങ്ങളും ഇയാളിൽ നിന്നും മാർക്ക് ചെയ്തതിന് ശേഷം നാളെയോടുകൂടി ഇത് കുഴിച്ച് പരിശോധിക്കുക, അല്ലെങ്കിൽ റഡാർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഇതിന് എന്തൊക്കെ വസ്തുക്കളുണ്ട് അതനുസരിച്ച് കുഴിച്ച് പരിശോധിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ SIT സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. 12 മണിക്ക് തുടങ്ങി ഇതുവരെ ഈ തെളിവെടുപ്പ് കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നിർണായക ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണം കടക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ മണ്ണിൽ, ധർമ്മസ്ഥലയുടെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് ഇനി ചുരുളരിയാൻ, അതിലേക്ക് പുറത്തു വരാൻ ഇനി വലിയ സമയം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള സംഘമാണിത്. പ്രത്യേകിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു സംഘം, അവരുടെ അന്വേഷണം കൃത്യമായി പോകുന്നുണ്ട് എന്ന് വേണം പറയാൻ. നേരത്തെ ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എടുത്തില്ല. പിന്നീട് കോടതിയിൽ പോയി രഹസ്യമൊഴി നൽകുകയും കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഒരു നടപടി എടുക്കാനും തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ SIT സംഘം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവിടെ ധർമ്മസ്ഥലയിലെത്തിയത്. ഇദ്ദേഹത്തിന്റെ മൊഴി മംഗളൂരിൽ നിന്നാണ് രേഖപ്പെടുത്തിയത്. 15 മണിക്കൂറാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും നിർണായക വിവരങ്ങൾ ഇയാൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് ആരാണ് തന്നെ കൊണ്ട് ചെയ്യിച്ചത്, ഈ സൂപ്പർവൈസർമാരുടെ പേരുകൾ, അത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിർണായകമാണ്. ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും ധർമ്മസ്ഥലയിൽ നിർണായകമാണ്. ഈ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. രാജ്യം
ഉറ്റുനോക്കുന്ന ഒരു സംഭവം. കാരണം അത്ര വലിയൊരു സംഭവമാണ് ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ളത്. 100 പേരെ ഈ ശുചീകരണ തൊഴിലാളി തന്നെ ഇത്തരത്തിൽ അടക്കം ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി എത്ര മൃതദേഹങ്ങൾ അധികമുണ്ടോ കൂടുതൽ ഉണ്ടോ അതും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് കടക്കും. അതിനിടയിൽ തന്നെ നാളെ ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം ഈ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കും പോലീസ് കടക്കും. കൂടുതൽ ഈ ഉദ്യോഗസ്ഥ സംഘം ധർമ്മസ്ഥലയിൽ നാളെ എത്തും. ഇപ്പോൾ 4 SP-മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഉള്ളത്. DGP-യും വരും ദിവസം ധർമ്മസ്ഥലയിൽ എത്തുന്നുണ്ട്. ഈ ഇവരുടെ ഇത് സംബന്ധിച്ച അന്വേഷണം സംബന്ധിച്ച പുരോഗതി വിലയിരുത്താൻ DGP നേരിട്ടെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമുള്ള കൃത്യമായ പരിശോധന നടക്കുന്നു. അതും അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. രഞ്ജിത്ത്. ശരി ബൈജു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമി ആദ്യം പോയത് പുതിയൊരു ഭാഗത്തേക്കാണ്. പള്ളിക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. കേസന്വേഷണത്തിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. പുലർച്ചെ 5:55 ദൃശ്യമാണ് പുറത്തു വന്നത്. കൈപ്പത്തി ഒളിപ്പിക്കാൻ തലയിലുള്ള കെട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ തലപ്പത്തുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ADGP-യുടെ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയെന്ന് സൂചന. ജയിൽ DIG V. ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് കൈമാറി. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊട്ടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. സെൽ മുറിച്ച് പുറത്തെത്തിയ ശേഷം 3 മിനിറ്റ് നേരം ജയിലിന്റെ വരാന്തയിൽ നിന്നത് CCTV-യിൽ ദൃശ്യമായിട്ടും അറിഞ്ഞില്ലെന്നാണ് ജയിലർമാരുടെ വാദം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ VN വാസവനെതിരെ സുരേഷ് കുറുപ്പിനെ ഇറക്കാൻ കോൺഗ്രസ് നീക്കം. UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് ആലോചന. കുറുപ്പെത്തിയാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ ജോസഫ് ഗ്രൂപ്പ് ഉറപ്പു നൽകി. മുതിർന്ന നേതാക്കളുടെ ഓഫറിനോട് സുരേഷ് കുറുപ്പ് നോ പറഞ്ഞെങ്കിലും ശ്രമം തുടരാനാണ് UDF-ന്റെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ VN വാസവനെ നേരിടുക സുരേഷ് കുറുപ്പോ? ചരടുവലികൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. കുറുപ്പ് തയ്യാറായാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ കുറുപ്പുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. കുറുപ്പ് എത്തിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഉറപ്പ്. ഏറ്റുമാനൂർ സീറ്റ് സുരേഷ് കുറുപ്പിന് നൽകിയാൽ പകരം പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് നൽകിയേക്കും. കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽ CPM-ന്റെ ജില്ലാ നേതൃനിരയിൽ നിന്നും സുരേഷ് കുറുപ്പ് മാറി നിൽക്കുകയാണ്. പാർട്ടിയുമായി അകന്നു കഴിയുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ നിർണായക നീക്കം. ഇതിന് പിന്നാലെയാണ് VS-നെതിരെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ലേഖനമായി എഴുതിയത്. സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ സീറ്റ് VN വാസവന് CPM നൽകിയത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് കുറുപ്പിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി. ഇതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം കുറുപ്പ് പിൻവാങ്ങിയത്. സുരേഷ് കുറുപ്പിനെ ഒപ്പം നിർത്താനായാൽ വൻ നേട്ടമായിട്ടാണ് UDF നേതാക്കൾ കരുതുന്നത്. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സുരേഷ് കുറുപ്പിനെ പുകഴ്ത്തി മന്ത്രി സജി ചെറിയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ VN വാസവനെതിരെ സുരേഷ് കുറുപ്പിനെ ഇറക്കാൻ കോൺഗ്രസ് നീക്കമെന്ന ന്യൂസ് 18 വാർത്തയിലാണ് സജി ചെറിയാന്റെ പ്രതികരണം. ആലപ്പുഴ സമ്മേളനം നടത്തിയതിന്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ. പാർട്ടി ജില്ലാ സെക്രട്ടറി ചുമതല എനിക്കായിരുന്നു. G. സുധാകരൻ സാറായിരുന്നു അതിന്റെ ചെയർമാൻ. ആ സമ്മേളനത്തിൽ ഈ പറഞ്ഞ ഒരു പരാമർശവും VS-നെതിരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് തെറ്റായ ഒരു അഭിപ്രായ പ്രകടനമാണ്. അത് തിരുത്തണം. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ പ്രതികരിക്കാതെ മന്ത്രി MB രാജേഷ്. വിഷയത്തിൽ പറയാനുള്ളതെല്ലാം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ്.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ UDFനെ നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് സതീശന്റെ പ്രഖ്യാപനം. UDF 97 സീറ്റ് വരെ നേടും എന്നുള്ള കാര്യത്തിൽ വെള്ളാപ്പള്ളിക്ക് സംശയമില്ലല്ലോ എന്ന് ചോദിച്ച സതീശൻ UDF മികച്ച വിജയം നേടിയാൽ വെള്ളാപ്പള്ളി രാജിവെക്കേണ്ടതില്ല എന്നും പ്രതികരിച്ചു. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു. അദ്ദേഹം മാറണ്ട. UDF 100-ലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാമെന്ന് പറയുന്നത് ഞാൻ രാജിവെക്കരുത്. അദ്ദേഹം ആജീവനാന്തം അവിടെ ഇരുന്നോട്ടെ. ഞാനും അദ്ദേഹമായിട്ട് മത്സരമൊന്നുമില്ല. പാലോട് രവി ഉൾപ്പെട്ട ഫോൺ സംഭാഷണ വിവാദം അന്വേഷിക്കാൻ KPCC. വിവാദം അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. കോൺഗ്രസിൽ തമ്മിലടി ഏറ്റവും കുറഞ്ഞ കാലഘട്ടമാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം കാണാൻ ശക്തമായ നേതൃത്വം KPCCക്കുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. KPCCയിൽ നിന്ന് ഞാനിത് നോക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നു. സ്വാഭാവികമായിട്ടത് പരിശോധിക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷമേ ഞാൻ പ്രതികരിക്കൂ. സത്യത്തിൽ തമ്മിലടി വളരെ കുറഞ്ഞൊരു കാലത്താണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള വളരെ വിദഗ്ധമായ ഒരു നേതൃത്വം KPCCക്കുണ്ട്, നമ്മുടെ ദേശീയ തലത്തിലുണ്ട്. ഇപ്പം ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ പാർട്ടിക്കകത്ത് പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവില്ല. പാലോട് രവി രാജിവെച്ചതോടെ തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക അധ്യക്ഷനായി N. ശക്തൻ ചുമതല എടുത്തു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ എല്ലാ കോൺഗ്രസുകാരുടെയും പ്രവർത്തനത്തെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, ഈ 4 വർഷമായി നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പാലോട് രവിയെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തിരുവനന്തപുരം DCCക്ക് വേണ്ടി ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നിലപാട് വ്യക്തമാക്കി ശശി തരൂർ. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും കേന്ദ്രം നിയോഗിച്ച പ്രത്യേക ദൂതനോട് തരൂർ പ്രതികരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കലഹം തുടരുന്ന ശശി തരൂരിന് വേണ്ടി BJP ദേശീയ നേതൃത്വം വഴിവെട്ടുകയാണെന്ന അഭ്യൂഹം ഏറിയത്. തരൂരുമായി സഹകരിക്കാനില്ലെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് BJP നേതൃത്വം പ്രത്യേക ദൂതൻ മുഖേന തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തെങ്കിലും BJPയിൽ പ്രാഥമികാംഗത്വം എടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. തരൂർ ഉടൻ BJP പാളയത്തിലേക്ക് ചേക്കേറുമെന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി. പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ BJPയിലേക്കില്ലെന്ന് തരൂർ നിലപാട് വ്യക്തമാക്കിയതോടെ തരൂരിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് ആകാംക്ഷയേറുകയാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി തുടർച്ചയായി മോദി സ്തുതി നടത്തിയ തരൂരുമായി ഇനിയൊരു അനുനയ ചർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായേക്കില്ലെന്നാണ് സൂചന. അതേസമയം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ശശി തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. തരൂരിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും സഭാ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്തെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന്. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ഇന്ത്യൻ താരം തന്നെയായ കൊനേരു ഹംപിയെ ടൈബ്രേക്കറിൽ തോൽപ്പിച്ചാണ് നാഗ്പൂർ സ്വദേശിയായ 19-കാരിയുടെ കിരീട നേട്ടം. Such a moment for all of us. Look at her. Congratulations to the winner of the World Cup, Divya Deshmukh. Hampi Koneru has put such
I think it was fate, me getting the Grandmaster title this way, because before this I didn't even have one norm, and now before this tournament I was thinking, oh, where can I get my norm, and now I'm a Grandmaster, so. ഇടവേള. സിനിമയിലും തെരഞ്ഞെടുപ്പ് അംഗം. താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും ദേവനും തമ്മിൽ ത്രികോണ പോരാട്ടം. ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നാണ് അമ്മയിലെ തിരുത്തൽവാദികളുടെ വാദം. ജഗദീഷ് ആരോപണ വിധേയർക്കൊപ്പം ചേർന്നതിൽ തിരുത്തൽവാദികൾക്ക് അമർഷമുണ്ട്. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ലെങ്കിൽ തിരുത്തൽവാദികളും മത്സരത്തിൽ ഉറച്ചു നിൽക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ത്രികോണ മത്സരമാണ് ഒരുങ്ങുന്നത്. ജഗദീഷും ശ്വേതാ മേനോനും തമ്മിൽ പോരാട്ടം നടക്കുമ്പോഴും ഇരുവർക്കും വലിയ മത്സരം നൽകാൻ തയ്യാറെടുക്കുകയാണ് ദേവൻ. പൊതുസമൂഹത്തിൽ നിലപാടുകൾ കൊണ്ട് ജഗദീഷ് സ്വീകാര്യനാണെങ്കിലും അമ്മയ്ക്കുള്ളിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ആ ഒരു വിരുദ്ധ നിലപാട് പിന്തുണയാക്കി മാറ്റാനാണ് ശ്വേതയുടെ ലക്ഷ്യം. അതേസമയം ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ബാബുരാജും തയ്യാറാവില്ല. ആരോപണ വിധേയർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന തിരുത്തൽവാദികളുടെ വിമർശനം മുഖവിലക്കെടുക്കാതെയാണ് ബാബുരാജ് തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. ജഗദീഷ് കൂടി ബാബുരാജിന് പിന്തുണയുമായി എത്തുന്നതോടെ ജഗദീഷ് ചതിച്ചു എന്ന വാദവും അമ്മയ്ക്കുള്ളിൽ ശക്തമാണ്. നാടക്കേടിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന അമ്മയെ ബാബുരാജിന്റെ പത്രികയോടെ വീണ്ടും പഴയപടിയിലേക്ക് നീങ്ങുമെന്നാണ് തിരുത്തൽവാദികളുടെ വാദം. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ലെങ്കിൽ അമ്മ കാണാൻ പോകുന്നത് അതിശക്തമായ മത്സരമെന്നാണ് ഉയരുന്ന വിമർശനം. 74 പത്രികകളിൽ നിന്ന് ജൂലൈ 31-ന് പത്രികകൾ 17 ചുരുങ്ങുമെങ്കിലും ആരെല്ലാം ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്ന് പിൻവാങ്ങുമെന്നത് സസ്പെൻസായി തുടരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. താരസംഘടനയായ അമ്മയിൽ പോര് കനക്കുന്നു. നടൻ ബാബുരാജിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ അനൂപ് ചന്ദ്രൻ രംഗത്തെത്തി. അമ്മയെ കൈപ്പിടിയിലൊതുക്കാൻ ബാബുരാജ് ശ്രമിക്കുന്നുവെന്നാണ് അനൂപിന്റെ ആരോപണം. സംഘടനയിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു. ജഗദീഷും ബാബുരാജ് അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് അനൂപ് ചന്ദ്രൻ തുറന്ന പോരിന് കളമൊരുക്കിയത്. അമ്മ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ന്യൂസ് 18 കിട്ടി. ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവേകമില്ലാത്ത, സാമൂഹിക ബോധമില്ലാത്ത, സാംസ്കാരിക ബോധമില്ലാത്ത ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്നത് തൻ്റെ ചുറ്റിനും ചില സിൽബന്ദികളെ സൃഷ്ടിക്കലാണ്. ഇയാളുടെ നാവായി ചില സിൽബന്ദികൾ മാറണം എന്നുള്ളതാണ്. ഈ സിൽബന്ദികളെ മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സിനിമയെക്കുറിച്ച് ആധികാരികമായ ജ്ഞാനമോ ബോധമോ അല്ലെങ്കിൽ അത്തരം അഭിനയ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളോ ഒന്നുമില്ലാത്ത ചില ആൾക്കാരാണ് ഇയാൾക്ക് സിന്ദാബ വിളിച്ചുകൊണ്ട് സിൽബന്ദികളായി മുന്നോട്ട് വരുന്നത്. ഇതിൽ ചില സ്ത്രീകളുമുണ്ട്. വഞ്ചന കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും നോട്ടീസ് അയച്ച പോലീസ്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്ന പരാതിയാണ് തലയോലപ്പറവ് പോലീസ് നോട്ടീസ് അയച്ചത്. ഇയാൾ ചോദ്യം ചെയ്യലിന് എത്തുമ്പോൾ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനാണ് നിർദ്ദേശം. നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ PM ഷംനാസ് നൽകിയ പരാതിയിലാണ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. കേസിൽ നിവിൻ പോളി 1-ാം പ്രതിയും എബ്രിഡ് ഷൈൻ 2-ാം പ്രതിയുമാണ്. വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തലയോലപ്പറമ്പ് പോലീസ് 2 പേർക്കും നോട്ടീസ് അയച്ചു. ഇരുവരെയും പോലീസ് ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യും. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത ഷംനാസിൽ നിന്ന് പണം വാങ്ങിയെന്നും പിന്നീട് അക്കാര്യം മറച്ചുവെച്ച് ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നുമാണ് പരാതി.
നിവിനും എബ്രിൻ ഷൈനുമെതിരെ കേസെടുക്കാൻ തലയോളപ്പറമ്പ് പോലീസിന് വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് 406, 420, 34 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. മഹാവീര്യർ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും എബ്രിൻ ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2 നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും തുടർന്ന് 2024 സിനിമയുടെ നിർമ്മാണത്തിനായി 1.9 കോടി രൂപ കൈമാറിയെന്നും ഷംനാസ് പറയുന്നു. ഈ കരാർ മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറിയെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിനാണ് സിനിമയിൽ അവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതെന്നും ദുബായിലെ കമ്പനിക്ക് 5 കോടി രൂപയ്ക്കാണ് ഓവർസീസ് വിതരണാവകാശം നൽകിയെന്നും ഇതിൽ 2 കോടി രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും ഷംനാസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം കാര്യങ്ങളെ വളച്ചൊടിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. വിലക്ക് മറികടന്ന് RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ നിലപാട് കടുപ്പിച്ച് സർക്കാർ. വൈസ് ചാൻസലർമാർക്കെതിരെ പരസ്യ നീക്കവുമായി മന്ത്രിമാരടക്കം രംഗത്തെത്തിയതോടെയാണ് പോര് പുതിയ തലത്തിലെത്തിയത്. എന്നാൽ സർക്കാർ നേരിട്ട് നിയമിച്ച കുഫോസ് VC പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിനെയും വെട്ടിലാക്കി. കുഫോസ് VCയെ പുറത്താക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിലാണ് VC-മാർ കൂട്ടത്തോടെ RSS പരിപാടിയിൽ പങ്കെടുത്തത്. കേരള, കണ്ണൂർ, കാലിക്കറ്റ് ആരോഗ്യ സർവകലാശാല VC-മാർ ജ്ഞാനസഭയിൽ പങ്കെടുക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും സർക്കാർ ലിസ്റ്റിൽ നിന്നും കുഫോസ് VC-യായ ഡോക്ടർ A ബിജുകുമാർ പരിപാടിയിൽ പങ്കെടുത്തതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഇതോടെയാണ് VC-മാർക്കെതിരായ നിലപാട് സർക്കാർ കടുപ്പിച്ചത്. അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ ഭാവിയിൽ VC-മാർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. VC-മാരെ ഭീഷണിപ്പെടുത്തിയാണ് ഗവർണർ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശനമുന്നയിച്ചു. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധിയാണെങ്കിലും സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. മന്ത്രി ആർ ബിന്ദു നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. VC മോഹനൻ കുന്നുമ്മൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രശ്നപരിഹാരം അനന്തമായി നീളാൻ കാരണം. VC-യോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് സിൻഡിക്കേറ്റിന്റെയും തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയെന്ന് പരാതി. മക്കരക്കറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിനെതിരെയാണ് ആരോപണം. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് 200-ലധികം ആളുകളിൽ നിന്നായി 25 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇയാളെ ലീഗ് പുറത്താക്കി. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പണം തട്ടിയെടുത്തത്. ഡയാലിസിസ് സെന്റർ, മുച്ചക്ര വാഹന വിതരണം, വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഡെസ്ക്, ബെഞ്ച് മുതലായവയുടെ നിർമ്മാണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പേരിലായിരുന്നു പണം തട്ടിയെടുക്കൽ. ഇതിൽ 15 മുതൽ 20% വരെ ലാഭം കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. പദ്ധതി പൂർത്തിയായി പരമാവധി 90 ദിവസം കൊണ്ട് പണം തിരിച്ചു കിട്ടുമെന്നായിരുന്നു ഉറപ്പ്. പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് അംഗമായതുകൊണ്ട് പലരും പണം നൽകി. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്തിലെ പദ്ധതി വിഹിതങ്ങൾക്ക് ഫണ്ട് വേണമെന്നും ആ ഫണ്ട് കൊടുത്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞിട്ട് ഏകദേശം 200-ൽ പരം ആളുകളിൽ നിന്ന് 25 കോടി രൂപയിൽ പരം പണം തട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പാർട്ടിയെ ഒതുങ്ങുന്നൊരു എമൗണ്ട് അല്ല. അപ്പോൾ പാർട്ടി നേതൃത്വം പറഞ്ഞു ലീഗലായിട്ട് പോയിക്കോളി, നിയമപരമായിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പാർട്ടി ഏൽപ്പിച്ചു തരുന്നൊരു മെമ്പറാണ്. ഈ മെമ്പർ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മെമ്പറെ വിളിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും നല്ലൊരു സൗഹൃദം ഉണ്ടാവും. ഈ സൗഹൃദത്തിന് പുറമെ ഈ ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പദ്ധതികളുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തിൽ അങ്ങനത്തെ പദ്ധതികൾ നടപ്പിലുണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങളിത് കൊടുത്തത്. നിലവിൽ 6 പേരാണ് SP-ക്ക് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ 20-ലധികം പേർ പണം നൽകിയിട്ടുണ്ടെന്നും 25 കോടിയോളം രൂപ ഇവരിൽ നിന്നെല്ലാമായി TP ഹാരിസ് കൈപ്പറ്റിയിട്ടുണ്ടെന്നും പരാതിക്കാർ പറയുന്നു. എല്ലാവരും വിളിച്ചിട്ട് വളരെ ഭീഷണി സ്വരത്തിലും മറ്റൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ഫണ്ട് തന്നെന്നൊക്കെ എനിക്കറിയാം. ആ ഫണ്ടൊക്കെ നിങ്ങൾ അതിന്റെ സോഴ്സ് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇന്നൊരു 200-ഓളം ആളുകൾ ഇന്ന് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. ഞങ്ങളിപ്പോൾ 6 പേരാണ് പരാതി കൊടുത്തത്. മുസ്ലിം ലീഗുകാർ തന്നെയാണ് ലീഗിന്റെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ
TP ഹാരിസിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. മക്കരപ്പറമ്പ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ TP ഹാരിസ് മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ഗൾഫിലുള്ള TP ഹാരിസിന് കാനഡയിലേക്ക് കടക്കാനാണ് പദ്ധതിയെന്നും പരാതിക്കാർ പറയുന്നു. സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് DYFI അടക്കമുള്ള യുവജന സംഘടനകൾ. ന്യൂസ് 18 മലപ്പുറം. ഐശ്വര്യ സമൃദ്ധിയുടെ നിറപുത്തരി ആഘോഷത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. ബുധനാഴ്ച പുലർച്ചെ 5:30ക്കും 6:30ക്കും ഇടയിലാണ് അയ്യപ്പ സന്നിധിയിൽ നെൽക്കതിർ പൂജിക്കുന്ന നിറപുത്തരി ചടങ്ങ്. തന്ത്രി കണ്ഠരര് രാജീവരര്, തന്ത്രി ബ്രഹ്മദത്തൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നെൽക്കതിരുകൾ കിഴക്കേ മണ്ഡപത്തിൽ പൂജിക്കും. തുടർന്ന് ശ്രീകോവിലിനുള്ളിൽ പൂജ നടക്കും. 30 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. മലപ്പുറം വട്ടപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ ലോറിക്ക് പിറകിലിടിച്ചു മരണം. നിർമ്മാണം നടക്കുന്ന വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴക്കുല കയറ്റി വന്ന ലോറിക്ക് പിന്നിൽ കാർ ഇടിക്കുകയായിരുന്നു. നിർമ്മാണം നടക്കുന്ന പല സ്ഥലങ്ങളിലും സൂചനാ ബോർഡുകളോ ലൈറ്റുകളോ ഇല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കാസർഗോഡ് കോളിയടുക്കം വയലാംകുഴിയിൽ പശുവിനെ മേയ്ക്കാൻ പോയ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. ക്ഷീരകർഷകനായ വയലാംകുഴിയിലെ മേലത്ത് കുഞ്ഞിണ്ടൻ നായരാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം. ചെമ്മനാട് കോളിയടുക്കം വയലാംകുഴി പഞ്ചിലാങ്കൽ വയലിലാണ് സംഭവം. പശുവിനെയും ഷോക്കേറ്റിയത്ത നിലയിൽ കണ്ടെത്തി. തൃപ്പൂണിത്തറ ഏരൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഗവൺമെന്റ് KM UP സ്കൂളിലെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത്. സ്കൂൾ അവധിയായതിനാൽ അപകടമൊഴിവായി. 2 വർഷമായി ഈ കെട്ടിടം ഉപയോഗിക്കാറില്ലായിരുന്നു. GTECിന്റെ പ്രഥമ മൈ ക്രെഡിറ്റ് സ്കിൽ സർട്ടിഫിക്കേഷൻ കോഴിക്കോട് വിതരണം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ ഭാഗമായി സ്കിൽ പഠനം നടത്തുന്നവർക്കായി GTEC എഡ്യൂക്കേഷൻ നടത്തിവരുന്നതാണ് മൈ ക്രെഡിറ്റ്സ് കോഴ്സുകൾ. സ്കിൽ ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വേരിഫൈഡ് സർട്ടിഫിക്കേഷനുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചടങ്ങിൽ വിവരിച്ചു. GTEC ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മഹറൂഫ് മണലോടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റി ഡയറക്ടർ, ബോർഡ് ഓഫ് ഗവർണേഴ്സ്, അക്കാദമിക് കൗൺസിൽ അംഗം മുഹസിൻ തഹസിൽദാരും മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ സജീവ് കുമാറും പ്രധാന അതിഥികളായി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 9160, പവന് 73,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7550, പവന് 60,400. വെള്ളി ഗ്രാമിന് 6,400, കിലോയ്ക്ക് 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും.